അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് 3-ാം ദിവസം, വളരെ വിജയകരമായി 3-ാം ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ गनेरगांव नाका महाराष्ट्र कौन सी डिस्ट्रिक्ट? हिंगोली डिस्ट्रिक्റ്റിലാണ്. നമ്മൾ രാവിലെ കുളിക്കാൻ നിർത്തിയതാണ് ഇവിടെ. ഈ സഹോദരൻ പേര് നാമക്ക് ദമ്മ എന്ന സഹോദരൻ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം കുളിച്ച് തോർത്തൊക്കെ വിരിച്ചിട്ടു. വണ്ടി രണ്ടാമത് നമ്മൾ ബാഗ് എടുത്ത് മേളിൽ വെച്ച് കെട്ടുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ ഇൻഡോറിലൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടുവാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കഴിച്ചായിരുന്നു. കുളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഊർജ്ജസ്വലരായിട്ടുണ്ട്, എല്ലാവരും എനർജറ്റിക്കായി. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്രയാകും. ഇതൊന്ന് എല്ലാം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നേരെ മണാലിയാണ് ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ മണാലിയാണ്. അപ്പോൾ ഇതിനിടയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കവറ് എൻ്റെ അത് ഇവിടെ വെച്ചോ, താഴെ വെച്ചോ. ഇതാണ് നമ്മുടെ സുഹൃത്തേട്ടാ, നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട പുള്ളിക്കാരൻ അടുത്ത മാസം കേരളത്തിൽ വരുന്നുണ്ട്. तो मेरा फोन करो, कैसे आएगा? गाड़ी में आएगा यहाँ से? कौन सा गाड़ी? हाँ अच्छा. और इधर क्रूजर ज़्यादा चलता है. क्रूजर कितना लोग है? 10 है. എടാ ഇവിടെ കാണിക്ക്. ആ MG ലോഡ്ജിങ് ബൺബർ വിശ്രാന്തി, ഷെൻബർ വിശ്രാന്തി കഫേ ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ ഓണറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ അടുത്ത മാസം കേരളത്തിൽ വരുവാണെന്നാണ് പറയണേ. ओके. അപ്പോൾ मेरा नंबर पे आप कॉल करो, ठीक है? नंबर ले लीजिए. മൊബൈൽ क्या മറാഠിയാണ് ഇവിടെ, മറാഠിയാണ്. ഇത് മഹാരാഷ്ട്രയാണ്. ഛത്രപതി ശിവാജിയുടെ നാടാണ് മഹാരാഷ്ട്ര. പുറയിൽ റെയിൽവേ ട്രാക്കാണ്. आपका नाम क्या? गणेश जी. ज्ञानेश्वर. अच्छा ज्ञानेश्वर. 9856675525 रिंग दे दो और आप कॉल कीजिए, ठीक है? हाँ केरला आ गया 394 जी. जितू कोची. केरला डाल दो.